ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ജോൺ ന്യൂട്ടന് 7 വയസ്സുവരെ അവൻ്റെ ഭക്തയായ അമ്മ പ്രാർത്ഥനാപൂർവമാണ് വളർത്തിയത്. ജീവൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിൽ വേരൂന്നുവാൻ ആവോളം ശ്രദ്ധിച്ചു. എന്നാൽ അവൻ്റെ 7-ാമത്തെ വയസ്സിൽ അവൻ്റെ പ്രിയ മാതാവ് മരിച്ചു. അതിനാൽ അവൻ ഭവനം വിട്ടു. കപ്പിത്താനായ അവൻ്റെ പിതാവിനോടുകൂടെ കപ്പലിൽ പാർക്കാൻ പോകേണ്ടി വന്നു. നിരന്തരം ജോലിയിൽ വ്യാപൃതനായ അവൻ്റെ പിതാവിന് അവനെ വേണ്ട പ്രകാരത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. ദുഷിച്ച കൂട്ടുകെട്ടിൽ അകപ്പെട്ടതിനാൽ അവൻ്റെ അമ്മയുടെ ദൈവത്തെ അവൻ മറന്നുപോയി. അമ്മയുടെ എല്ലാ ഉപദേശങ്ങളും വിസ്മൃതിയിലായി. പ്രായമായപ്പോൾ ജോൺ ബ്രിട്ടീഷ് നാവികസേനയിൽ ചേർന്നു. തന്നിഷ്ടക്കാരനായി പെരുമാറിയതിനാൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതനായി. ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ തടവിൽ നിന്നും ഒളിച്ചോടിപ്പോയി. എങ്കിലും അവൻ പിടിക്കപ്പെട്ട് പരസ്യമായി ശിക്ഷയ്ക്ക് വിധേയനായി. ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ചതോടെ സകലത്തിലും വിരക്തി തോന്നുകയും ഒരു കഠിന ഹൃദയനായി തീരുകയും ചെയ്ത ജോൺ അടിമക്കച്ചവടത്തിൽ ഏർപ്പെട്ടു. 23 വയസ്സായപ്പോൾ കുപ്രസിദ്ധനായ ഒരു അടിമക്കച്ചവട പ്രമാണിയായി തീർന്നു. ഒരു കൈയിൽ തോക്കും മറുകൈയിൽ ചാട്ടവാറുമായി കഠിനമായി പാവപ്പെട്ട അടിമകളെ മർദ്ദിക്കുക അവൻ്റെ പതിവായിരുന്നു. ഒരു ദിവസം 2 അടിമക്കച്ചവടം കഴിഞ്ഞ് കപ്പലിൽ വീട്ടിലേക്ക് മടങ്ങവേ അവൻ്റെ കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് നശിക്കാറായി. നിമിഷത്തിനുള്ളിൽ തൻ്റെ കപ്പൽ നടുക്കടലിൽ ആഴത്തിലേക്ക് മുങ്ങുമെന്ന പതനത്തിലായപ്പോൾ തൻ്റെ ആത്മാവിനെക്കുറിച്ചും പ്രിയങ്കരിയായ മാതാവിനെക്കുറിച്ചുമുള്ള സ്മരണകൾ ഹൃദയത്തിൽ പൊങ്ങിവന്നു. ആ ഭയങ്കര രാത്രിയിൽ അല്പസമയം അവൻ മയക്കത്തിലായപ്പോൾ അവൻ്റെ അമ്മയെ, പ്രാർത്ഥിക്കുന്ന അമ്മയെ സ്വപ്നത്തിൽ കണ്ടുണർന്ന് അമ്മയുടെ സ്മരണയ്ക്കായി തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ക്രിസ്താനുകരണം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഓർത്തു. വേഗത്തിൽ ആ പുസ്തകം എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അതിലെ ദൂതുകൾ അവൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതായി അനുഭവപ്പെട്ടു. ധ്യാനനിരതനായി കപ്പലിൽ സമയം കഴിച്ചു. എല്ലാവരും അത്ഭുതപ്പെടാൻ തക്കവണ്ണം കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലും യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതേ തുടർന്ന് അവൻ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി രൂപാന്തരപ്പെട്ടു. 1-ാം സങ്കീർത്തന പ്രകാരം ജീവിതം ആരംഭിച്ചു. ബാല്യകാലത്ത് അമ്മ നൽകിയ ഉപദേശങ്ങളെല്ലാം അവന് ആവശ്യം വേണ്ടതായ ഉത്തേജനം നൽകി. സ്വയം ശിക്ഷണത്തിലും ദൈവാശ്രയത്തിലും കർത്താവിനെ വാസ്തവമായി അനുഭവിച്ചു. പിന്നീട് ഒരു പട്ടക്കാരനായി ഓൾനി പട്ടണത്തിൽ സഭാ ശുശ്രൂഷ നിർവഹിക്കവേ തൻ്റെ ജീവിത സാക്ഷ്യമായി ദൈവാത്മാവിൽ പ്രേരിതനായി അത്ഭുതകരമായ കൃപ എന്നെപ്പോലെ നികൃഷ്ടനായ ഒരുവനെ രൂപാന്തരപ്പെടുത്തി കൃപ എത്ര ഇമ്പകരമായ ശബ്ദം എന്ന മനോഹരമായ പാട്ട് എഴുതി. നമുക്ക് അർഹതയില്ലാത്ത അനുഗ്രഹം ദൈവത്തിൻ്റെ ദാനമായി തരുന്നതാണ്. കൃപയാൽ മാത്രം ദൈവപൈതങ്ങളാകുക. ഈ കൃപ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. ഈ കൃപയിൽ നാം വളരണം. ലോകപ്രസിദ്ധമായ കൃപ മനോഹരം ചെവിക്കിമ്പസ്വരം എന്ന കീർത്തനം അദ്ദേഹത്തിൻ്റെ രചനയാണ്. അതുകൊണ്ട് ഈ കഥയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെയും ജീവിതത്തിൽ ആവശ്യമായ ദൈവകൃപ ഈ പ്രഭാവത്തിൽ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ദിവസത്തിനായി ദൈവത്തോട് യാചിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ജീവിതാനുഭവത്തിനായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും കർത്താവെ പ്രലോഭനങ്ങളിലും പരാജയങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ശരണപ്പെടുവാനും നിറയപ്പെടുവാനും അവിടുന്ന് സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.